ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് കുറേ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതുണ്ടാക്കാനായി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 പാർട്ടാക്കി എടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് പൊടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇത് ഒരുപാട് തിന്നാക്കി പരത്തിയെടുക്കരുത്. ഇനി ഒരു അടപ്പ് വെച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ലോണം ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലാണോ ആക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടൂല. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഈ ഒരു പരുവത്തിലായ നമുക്ക് കോരിയെടുക്കാം. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കി വരുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാവുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അസ്സലാമു അലൈക്കും.